പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ചുണ്ടുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓടി വന്ന് ആലിംഗനം ചെയ്ത് പിരിയുന്ന രണ്ട് സുഹൃത്തുക്കളെ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. നേരെ മറിച്ച് നീ, ഞാൻ, ഞങ്ങൾ എന്ന് പറയുമ്പോഴൊന്നും ഈ ഒത്തൊരുമ നമുക്ക് കാണാൻ സാധ്യമല്ല. നീയും ഞാനും ഞങ്ങളും മാറി അവിടെ നമ്മൾ വരുമ്പോൾ എന്തൊരു ചന്തമാണ്, എന്തൊരു ഒത്തൊരുമയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. നീ, ഞാൻ, ഞങ്ങൾ എന്ന വിഘടനാ മനോഭാവമല്ല, മറിച്ച് നമ്മൾ എന്ന ഏകതാ മനോഭാവമാണ് ശരീരം തന്നെ നമ്മോട് വിളിച്ചു പറയുന്ന ഏറ്റവും നല്ല ഒരു മെസ്സേജ്. നമ്മുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ അത് കാലിലല്ലേ എന്ന് കരുതി കണ്ണും കൈയും കൈകെട്ടി നോക്കി നിൽക്കാറില്ല. മറിച്ച് കാലിൽ തറച്ച മുള്ള് കണ്ടെത്താൻ ആദ്യം മുന്നോട്ട് വരുന്നത് കണ്ണായിരിക്കും. കണ്ണ് കണ്ടെത്തിയ മുള്ള് ആദ്യം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് കൈയായിരിക്കും. യഥാർത്ഥത്തിൽ കണ്ണിലും കൈക്കുമല്ലല്ലോ മുള്ളു തറച്ചത്. കാലിലാണെങ്കിലും പരസ്പരം സഹവർത്തിത്വമാണ് നമ്മുടെ ശരീരം നമുക്ക് നൽകുന്ന മെസ്സേജ്. വലത് കൈ ഒരിക്കലും ഇടത് കൈയെ ആക്രമിക്കാറില്ല. ഇടത് കൈ വലത് കൈയെയും ആക്രമിക്കാറില്ല. വലത് വലതായി തന്നെ നിന്ന് വലതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കും. ഇടത് ഇടതായി തന്നെ നിന്ന് ഇടതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കും. ഭക്ഷണം കഴിക്കാൻ നമ്മൾ വലത് കൈ ഉപയോഗിക്കും, ഇടത് കൈ അപ്പോൾ മാറി നിൽക്കും. മനോഹരം ചെയ്യാൻ ഇടത് കൈ ഉപയോഗിക്കും, വലത് കൈ അപ്പോൾ വലതായി തന്നെ മാറി നിൽക്കും. എന്നാൽ ഒരു പിടി മണ്ണ് വാരിയെടുക്കേണ്ടി വരുമ്പോൾ ഇവ രണ്ടും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഒത്തൊരുമിച്ച് നിൽക്കേണ്ടിടത്ത് അവകൾ ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്യും. ഇതുപോലെ സമൂഹത്തിൽ പല പ്രസ്ഥാനങ്ങളും പല രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരും ഒക്കെ ഉണ്ടാവും. പല മനോഭാവവും പല കാഴ്ചപ്പാടുമുള്ളവരുണ്ടാവും. അവരവരുടെ കാഴ്ചപ്പാടിൽ തന്നെ നിലനിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ഒന്നായി നിലകൊള്ളുക എന്നുള്ളതാണ് ഇവകളൊക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്. മുന്നോട്ട് പോകുമ്പോൾ വലതുകാൽ ആദ്യം മുന്നിലായിരിക്കും, അപ്പോൾ ഇടതുകാൽ പിന്നിലായിരിക്കും. ഞാനാണ് മുന്നിൽ എന്ന് കരുതി വലതുകാൽ അഹങ്കരിക്കാറില്ല. ഞാൻ പിന്നിലായിപ്പോയി എന്ന് ചിന്തിച്ച് ഇടതുകാലിന് അവിടെ മനോവിഷമവും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സന്തോഷത്തിൽ എന്നും നിലകൊള്ളും.